മൂത്താശ്ശേരി വരുന്നല്ലോ. എങ്ങടെ മൂത്താശ്ശേരി കുന്തം കൂടെ ചക്കറക്കായിട്ട് പോണ്ടല്ലോ. എവിടേക്കാ? സജയന്റെ വീട്ടില് പണിയുണ്ട്. അങ്ങടാ. ശരി ശരി. ഇവനക്ക് ആരെ പണി കൊടുക്കുന്നത്? ഇവനക്ക് പണി അറിയുള്ളൂ. പണി അറിയണോ എന്താ കാട്ടിക്കൂടാ ദൈവത്തിന് അറിയാം. നല്ല കഥയുണ്ട്. എന്ത് പണിയൊക്കെ ചെയ്യണാവോ? ആള് നോക്കണ്ടേ? ടാപ്പ് എടുക്കാൻ പറഞ്ഞല്ലോ. കുഴപ്പമില്ല, ഇതുകൊണ്ട് മതി. ഇതൊക്കെ തന്നെ അളവ്. നേരത്തെ എത്തിയാ? വന്നോളൂ. ഈ കസാര പണിത്. ആ കസാര പണിത് ആണുങ്ങൾ പണിതാ. ഈ തൽക്കാലം ഒരു കോഴിക്കൂടിനെ കൂടടിക്കാൻ വേണ്ടിയുള്ള പട്ടിക പട്ടിക കണ്ടാ. സജേട്ടാ ചായ കൊണ്ടിട്ടില്ലല്ലോ. വന്നിട്ട് 5 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ചായ ഈ ആദ്യം പണിയെടുക്കാൻ നോക്ക്. ചേട്ടോ എന്താ പരിപാടി? ഇതൊരു കൂടടിക്കാൻ വേണ്ടിട്ടേ, കോഴിക്കോട് അടിക്കാൻ വേണ്ടിട്ട് പോണതാ. ആരാണ്? ഇതായിരിക്കണു. എന്താ വിശേഷമൊക്കെ? നല്ല. അതെ, വേറൊരു ആശാരിനും കിട്ടിയില്ലേ? എന്താന്നോ? അതെ, ഇവന്റെ കഥകൾ വല്ലതും കേട്ടിട്ടുണ്ടെങ്കില്. എന്താ പ്രശ്നം? പ്രശ്നം എന്താ വെച്ചെങ്കിലേ, അപ്പൊ നമ്മുടെ വേലാചാട്ടന്റെ വീടില്ലേ, ആ വീട്ടില് പട്ടിക്കൂട് അടിക്കാൻ പോയി. പട്ടിക്കൂട് അടിക്കാൻ പോയിട്ട് പട്ടിക്കൂട് അടിക്കാൻ പിന്നെ അളവ് പിടിക്കാറില്ല. ഇപ്പൊ പട്ടിയുടെ ഏകദേശം രൂപ എടുത്തിട്ടേ അളവ് ആ സാധനം അടിച്ചു. പട്ടീനെ അതിൻ്റെ ഉള്ളിലിട്ടപ്പോ പട്ടിയുടെ വാലും തലയും പുറത്താ. ശരിയല്ലേ പണിക്കാനെ? ഞാൻ ഒരു കോഴിക്കോട് അടിക്കാനെ പണി ചേർന്നു. കോഴി പുറത്താവോ? പിന്നെയും ഉണ്ടൊരു കഥ. എന്ത് കഥയാ? ഇവനെ ആ ഗോപാലാട്ടിന്റെ വീട്ടിക്ക് മാച്ചലിന് വന്നു. പൊളിച്ചു മാച്ചലിന് വന്നിട്ട് ഇവന് പെരയുടെ മുകളിൽ കയറാൻ പേടിയാ. വേറെ എത്ര ഇപ്പൊ എന്നിട്ട് കസാര ഇട്ടിട്ട് ഈ അടിവരി അടിക്കൂലോ, അടിവരി അടിക്കാൻ കസാര ഇട്ട് അടിച്ചു. കഞ്ഞി കുടിക്കാൻ വിളിച്ചപ്പോ ഇപ്പൊ ജമ്മുണ്ടെങ്കിൽ പുറത്തേക്ക് വരുന്നില്ല. എന്താ ചോദിച്ചപ്പോ തലയിൽ കുടുങ്ങി. പട്ടികളെ ഇടയിൽ വെച്ച് ആണ്ടിടിച്ചു. ഞാനത് പോയോട്ടെ. അവന് കോഴിക്കോട് പൂച്ചക്കൂടാക്കി മാറ്റി അവരൊപ്പം നിൽക്കേണ്ടി വരും. എന്തായി നടക്കുവോ? കൊറേ നേരമായാലും തളവെടുക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങിയിട്ട്. ഈ എന്ത് പണ്ടാറേലും ചെയ്യാം. വെറുതെ എല്ലാ ആൾക്കാരും ഹിന്ദിക്കാരനൊക്കെ പണിക്ക് വിളിക്കുന്നു, ആശാരിമാരൊക്കെ.